ഒ.വി. വിജയൻ ധർമ്മപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്, രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ്. ഇന്നിപ്പോൾ അതിർത്തിയിലെ യുദ്ധമല്ല, സ്വന്തം പൗരനുമേൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, ജനാധിപത്യത്തിനുമേൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദി സർക്കാരും എന്നതാണ് എൻ്റെ ടേക്ക്. പ്രതിപക്ഷ മുക്ത ഭാരതം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധ ഭാരതമായിരിക്കും, അതൊരു ഫാസിസ്റ്റ് രാജ്യമായിരിക്കും, അതൊരു ഏകാധിപതിയുടെ രാജ്യമായിരിക്കും. ആ രാജ്യത്ത് ജനാധിപത്യമോ ഭരണഘടനയോ മതേതരത്വമോ ന്യൂനപക്ഷമോ മനുഷ്യാവകാശമോ പൗരാവകാശമോ സാധ്യമല്ലാത്ത ഒന്നായിത്തീരും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണിത്. പക്ഷേ ഇതൊരിക്കലും പാർലമെൻറ്റിൽ പാസ്സാവാൻ പോകാത്ത ബില്ലാണ്. ഇത് ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 75 മാറ്റുന്നതിനുള്ള ഭേദഗതി ചെയ്യുന്നതിനുള്ള, ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെയും മറ്റ് യൂണിയൻ ടെറിട്ടറികളുടെയും മന്ത്രിമാരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു ബില്ല്. ആ ബില്ലിന് പിന്നിൽ ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രമുണ്ട് എന്നാണ് ഞാനിവിടെ വാദിക്കാൻ പോകുന്നത്. ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ്. ഞാൻ ആദ്യം പ്രേക്ഷകർക്ക് ഒരു കണക്ക് പറയാം. നേരത്തെ ജിമ്മി പറഞ്ഞു വെച്ച് തുടങ്ങിയ കണക്കാണ്. നമ്മളുടെ രാജ്യത്ത് വിവിധ അന്വേഷണ ഏജൻസികൾ വിവിധ ആളുകളെ കരുതൽ തടങ്കലിലും അല്ലാതെയും ഒക്കെ അടച്ചിട്ട് അവരിപ്പോൾ വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ NCRBയുടെ ഡാറ്റ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കണം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് വിചാരണ പൂർത്തിയാക്കാതെ നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന മനുഷ്യരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 10ൽ 7 പേരാണ്. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 75%, 75% നമ്മുടെ തടവുകാരും ശിക്ഷിക്കപ്പെട്ട തടവുകാരല്ല, അവർ വിചാരണ തടവുകാരായി, അവർ ന്യായാധിപന്റെ വിധി കാത്തു കഴിയുന്ന മനുഷ്യരാണ്. അവർ കുറ്റവാളികളല്ല, അവർ ആരോപണ വിധേയരാണ്, അവർ അക്യൂസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 4,34,302 പേരാണ് നമ്മളുടെ വിവിധ ജയിലുകളിലായി വിചാരണ തടവുകാരായി കഴിയുന്നത്. ഇവരിൽ നാലിലൊന്നും അതായത് 25% ആളുകൾ, ഏകദേശം 1.5 ലക്ഷം ആളുകൾ ഒരു വർഷത്തിനു മീതെ ജയിലുകളിൽ വിചാരണ കാത്തു കഴിയുന്ന മനുഷ്യരാണ്. അവർ കുറ്റവാളികളല്ല. ഒരുപക്ഷെ ലോകരാജ്യത്ത് ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഈ രാജ്യത്താണ് ഒരു കുപ്രസിദ്ധമായ നിയമം വരാൻ പോകുന്നത്. 30 ദിവസം ജയിലിലടച്ചു എന്നതിൻ്റെ പേരിൽ 31ാമത്തെ ദിവസം നിങ്ങളുടെ മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ നീതി വൈകുന്ന വിചാരണ തടവുകാർ ഏറ്റവും അധികമുള്ള ഒരു രാജ്യത്ത് ഈ നിയമം കൊണ്ടുവരുന്നതിൻ്റെ പ്രാഥമികമായ ലോജിക്ക് എന്താണ്, ബേസിക് ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 4,34,302 പേർ വിവിധ ജയിലുകളിൽ വിചാരണ തടവുകാരായിട്ടുണ്ട്. മൊത്തം ജയിലുകളിൽ കഴിയുന്നതിൽ 75% കുറ്റവാളികളല്ല, വിചാരണ തടവുകാരാണ്. അതിൽ UAPAക്ക് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. പ്രേക്ഷകർ അറിയണം, 2014 ശേഷം നമ്മുടെ UAPA കേസുകളിലുണ്ടായ വൻ വർധന. കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 4 ലക്ഷത്തോളം മനുഷ്യരെയാണ് UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുന്നത്. നമ്മുടെ റോണ വിൽസനെ പോലെ, നമ്മുടെ സ്റ്റാൻ സാമിയെ പോലെ, നമ്മളുടെ നേരത്തെ ഹനി ബാബയെ പോലെ, ഉമർ ഖാലിദിനെ പോലെയുള്ള നേതാക്കളെ UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുകയാണ്. 4 ലക്ഷത്തോളം മനുഷ്യർ. അവരിൽ വിട്ടയക്കപ്പെട്ടിരിക്കുന്നത് എത്ര പേരാണെന്നറിയാമോ? കേവലം 386 പേർ മാത്രമാണ്. വിചാരണ പൂർത്തിയാവാതെ നമ്മളുടെ ജയിലുകളിൽ 4.25 ലക്ഷത്തിലധികം ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല അവൻ അനുഭവിക്കുന്നത്, കുറ്റവാളി എന്ന് മുദ്രകുത്തിയപ്പെട്ടതിന് ശേഷമുള്ള ജയിൽ ശിക്ഷയല്ല, പ്രോസസ് ഈസ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. ആ വിചാരണ കാലയളവ് പോലും അവരെ സംബന്ധിച്ച് ശിക്ഷ മാറുന്നു എന്നുള്ളതാണ്. ഇതൊരു കണക്ക്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. EDയുടെ കണക്ക് പറഞ്ഞു വെച്ചു. EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാ? 0.05% ആണ്. 2014 മുതലുള്ള കണക്കിലെ വർധന എത്രയാ? 5,422 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകളിൽ 23 പേർ മാത്രം ശിക്ഷിക്കപ്പെടുന്നു. 0.05% എന്ന് പറഞ്ഞാൽ 99.95%ഉം ED കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ അണ്ടർ ട്രയൽസ് ആയിട്ട് കഴിയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിലും ഞെട്ടിക്കുന്നൊരു കണക്ക് കൂടി ഞാൻ പറയാം. 2019 മുതലുള്ള കണക്കനുസരിച്ച് നമ്മളുടെ രാജ്യത്ത് ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 121 പൊളിറ്റിക്കൽ ECIR ഇട്ടിട്ടുണ്ട്. ED എന്ന് പറഞ്ഞാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കുറ്റപത്രം. രാഷ്ട്രീയ നേതാക്കളിൽ 121 പേരിൽ അവരിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളാണ്. മൊത്തം 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED കേസെടുത്തതിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. എന്ന് പറഞ്ഞാൽ 95% മോദിയുടെ ഭരണകാലത്ത് ED അറസ്റ്റ് ചെയ്ത, ED ജയിലിലടച്ചിരിക്കുന്ന നേതാക്കൾ 95% പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ കണക്കുകൾ എന്ന് പറയുന്നത്. സംസാരിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത്.
ഉന്നയിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: 95% പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയ്ക്ക് പുറപ്പെടുമ്പോൾ 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം, 4.25 ലക്ഷത്തിലധികം കരുതൽ തടവുകാരുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഷത്തിലധികം 1.25 ലക്ഷത്തോളം തടവുകാർ വിചാരണയ്ക്ക് വേണ്ടി മാത്രം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് 30 ദിവസം എന്നുള്ള ഒരു കാലയളവ് ഈ ബില്ലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 95.95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം കേസെടുത്ത EDക്ക് ED നിലവിലുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ്, ആർക്കെതിരെയാണ് ഈ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ മുന്നിൽ തെളിവുകളില്ലേ? നേരത്തെ ചില പേരുകൾ പറഞ്ഞു. അതിലൊന്ന് ഹിമന്ത ബിശ്വ ശർമ്മയാണ്, മറ്റൊരാൾ സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരി നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ കൂട്ടാളിയായിരുന്ന കാലത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി EDയുടെയും CBIയുടെയും റഡാറിൽപ്പെട്ട നേതാവാണ് സുവേന്ദു അധികാരി. മുകുൾ റോയ് ED വരുന്നു, കളം മാറ്റി ചവിട്ടുന്നു, BJPയിലേക്ക് എത്തുന്നു. സുവേന്ദു അധികാരിക്കും മുകുൾ റോയിക്കും ആ കേസുകൾ പിന്നീട് ഇല്ലാതെയാവുന്നു. അജിത് പവാർ മഹാരാഷ്ട്ര കോപ്പറേറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണം നേരിടുന്നു. EDയും CBIയും അജിത് പവാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അജിത് പവാർ കൂറുമാറുന്നു, NCPയെ പിളർത്തുന്നു, NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അജിത് പവാറിനെതിരെയുള്ള CBI കേസും ED കേസും നിലയ്ക്കുന്നു. ഇനി അടുത്തൊരു നേതാവിൻ്റെ പേര് ഞാൻ പറയാം. അത് അജിത് പവാറിനോടൊപ്പം നിന്നിരുന്ന നേതാവ്, പിന്നെ നേരത്തെ ശരത് പവാറിനോടൊപ്പം നിന്നിരുന്ന നേതാവ് എങ്ങനെയാണ് BJPയിലേക്ക് കൂറുമാറുന്നത്? ഛഗൻ ഭുജ്ബൽ എന്ന് പറയുന്ന നേതാവ്. 100 കോടിയാണ് ആ നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം. ആ ED ഛഗൻ ഭുജ്ബാലിന്റെ വീട്ടിലേക്ക് വരുന്നു, പവാറിന്റെ NCPയിൽ നിന്ന് നേരെ ഇറങ്ങി BJPയിലേക്ക് വരുന്നു. EDയുടെ അന്വേഷണം നിലയ്ക്കുന്നു. അശോക് ചവാൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു, 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ചവാന്റെ പേരിൽ ആദർശ കുംഭകോണം വരുന്നു. ആദർശ കുംഭകോണത്തിന്റെ പേരിൽ CBIയും EDയും അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടും എഴുതി വെച്ച് അശോക് ചവാൻ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നിറങ്ങി BJPയിലേക്ക് പോകുന്നു. EDയുടെ അന്വേഷണം നിലച്ചു, CBIയുടെ അന്വേഷണം നിലച്ചു. ബാബാ സിദ്ദിഖി അജിത് പവാറിന്റെ ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് പോകുന്നു: എനിക്ക് മറ്റു വഴികളില്ല, കാരണം ഈ ബാബാ സിദ്ദിഖിക്ക് നേരെ EDയുടെ അന്വേഷണം എത്തുന്നു. ബാന്ദ്രയിലെ ചേരി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ചേരി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED എൻക്വയറി വരുന്നു. അങ്ങനെ ദിഗംബർ കാമത്ത് ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത് ഒരു ബ്രൈബറി കേസിൽ ഉൾപ്പെടുകയും ED അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നേരെ BJPയിലേക്ക് എത്തുന്നു. അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിപക്ഷ നേതാക്കളെ EDയുടെ പേരിൽ വൈറ്റ് വാഷിംഗ് നടത്തി, വൈറ്റ് വാഷിംഗ് മെഷീൻ വഴി BJPയിലേക്ക് എത്തിച്ച് BJP നേതാക്കളാക്കി മാറ്റി അവിടെ അധികാരവും ഭരണവും പിടിക്കുന്ന ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിന്റെ തുടർച്ചയാണ് ഈ ബിൽ. കാരണം ഈ ബില്ല് വന്നാൽ ആരാണെന്നേ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ടത്? ശരി, ഇപ്പോൾ ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ പോലീസ് വന്നാൽ അത് നടക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസിന്റെ അന്വേഷണം വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സ്വയം വിജിലൻസിന്റെ അന്വേഷണം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നത് പോലെയാണ്. അതൊന്നും ആ സംസ്ഥാനത്ത് പോലീസ് ചെയ്യില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി കേന്ദ്ര ഏജൻസിയാ. അതിനുള്ള അനുമതി കൊടുക്കേണ്ടത് ആരാ? അതിന് പ്രോസിക്യൂഷന്റെ അനുമതി ആ ഘട്ടത്തിൽ ആവശ്യമില്ല. നേരെ വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ. ഓരോ സംസ്ഥാനത്തെയും പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടുന്നു. ആദ്യം തനിക്കെതിരെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നു, അവർക്കെതിരെ EDയെ വിട്ടുകൊണ്ടാണ് ഈ വരുന്നത്. നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന തെളിവുകൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബില്ല് വരുന്നത്. എൻ്റെ മൂന്നാമത്തെ ടേക്ക്, ഇത് ഭരണഘടനയെ കൂടി അട്ടിമറിക്കുന്ന ബില്ലാണ്. എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്നത് ന്യായാധിപനാണ്, ജഡ്ജിയാണ്, ജുഡീഷ്യൽ സംവിധാനമാണ്. ഇവിടെ 30 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടല്ല, കൺവിക്റ്റഡ് അല്ല, അക്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ അധികാരത്തിന്റെ വിഭജനത്തെ, ആ സൗന്ദര്യമുള്ള ചാരുതയാർന്ന അധികാരത്തിന്റെ വിഭജനത്തെ ചോദ്യം ചെയ്യുന്നു. പോലീസ് ഇവിടെ ജുഡീഷ്യറി ആയിട്ട് മാറുകയാണ്, പോലീസ് ഇവിടെ ശിക്ഷിക്കുക. നിങ്ങൾ 30 ദിവസം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ വേട്ടയിൽ കുടുങ്ങി ഒരു EDയുടെ കേസിൽപ്പെട്ട് ഒരു മന്ത്രി ജയിലിൽ പോയാൽ, എൻ്റെ ചോദ്യം ഇതാണ്, പോലീസ് ED വന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് 31ാമത്തെ ദിവസം അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു, അയാളെ പീനലൈസ് ചെയ്യുന്നു, അയാളെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. ശിക്ഷിക്കാനുള്ള അവകാശം കോടതിക്ക് മാത്രമാണെന്നിരിക്കെ ഒരു അന്വേഷണ ഏജൻസിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. അത് ഭരണഘടനയുടെ അധികാര വിഭജനം എന്ന മനോഹരമായ ആശയത്തെ ചോദ്യം ചെയ്യുന്നു. അതാണ് എൻ്റെ മൂന്നാമത്തെ ടേക്ക്. അപ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ്. പോയിന്റ് നമ്പർ 1.
പോയിന്റ് നമ്പർ 2, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നായ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന അധികാര വിഭജനത്തെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോസസ്സിനെ പനിഷ്മെന്റ് ആക്കി മാറ്റുന്ന, അന്വേഷണ ഏജൻസികളെ തന്നെ ജുഡീഷ്യറി ആയിട്ട് മാറ്റുന്ന, എല്ലാ പ്രതിപക്ഷ ശബ്ദത്തെയും നിശബ്ദമാക്കാൻ ആഗ്രഹിക്കുന്ന, പ്രതിപക്ഷ വിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള നീക്കമാണ്. അത് ഈ രാജ്യത്ത് നടപ്പാകാൻ പോകാത്തതാണ്. നാലാമത്തെ ടേക്ക്, ഇത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യത്തെ ഇപ്പം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരി ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമാണ്, ഒരു കൗശലമാണ്. ആ കൗശലമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണ് നരേന്ദ്രമോദിയുടെ ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്. ഒരിക്കൽ കൂടി ധർമ്മപുരാണം കോട്ട് ചെയ്യുന്നു. രാജ്യത്ത് രാജാവിനെതിരെ പൊതുജന വികാരമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ്. ഇവിടെ പൗരന് മേലാണ്, ജനാധിപത്യത്തിന് മേലാണ്, ഭരണഘടനയ്ക്ക് മേലാണ് ആ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.